നോക്കാം. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്, നവകേരള മിഷൻ. എന്താണ് നവകേരള മിഷൻ? നമുക്ക് ഈ നവകേരള മിഷനകത്ത് ഒത്തിരി പദ്ധതികളൊക്കെ ഉണ്ട്, ഒത്തിരി തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ നമുക്കതെല്ലാം കൂടെ ചേർത്ത് എന്താണ് ഈ ഒരു നവകേരള മിഷൻ എന്നുള്ളത് പഠിക്കാം. നവകേരള മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ചത് എന്നാണ്? കേരളം 1956 നവംബർ 1. അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന്റെ 60ാം വാർഷികം. 60ാം വാർഷികത്തിന് എന്തെന്ന് പറയും? വജ്ര ജൂബിലി എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന്റെ 60ാം വാർഷികം, അതായത് കേരള സംസ്ഥാന രൂപീകരണത്തിന്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് എന്ത്? നവകേരള മിഷൻ. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന്റെ 60ാം വാർഷികം അല്ലെങ്കിൽ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് എന്ത്? നവകേരള മിഷൻ. അപ്പൊ എന്നാണ് ഈ 60 വർഷം തികഞ്ഞത്? 2016 കേട്ടോ. 2016 അപ്പൊ എന്ത് നടപ്പിലാക്കിയത്? നവകേരള മിഷൻ നടപ്പിലാക്കിയത്. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരള സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന സാമ്പത്തികവും സാമൂഹികവുമായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. ഇതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. കേരള സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന സാമൂഹികവും സാമ്പത്തികവും അല്ലെങ്കിൽ സാമൂഹികവും സാമ്പത്തികവും. അപ്പൊ കേരള സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള രൂപീകരണത്തിന്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് അല്ലെങ്കിൽ 60ാം വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് നവകേരള മിഷൻ. നവകേരള മിഷൻ. ഓക്കെ അല്ലേ? എന്നാണ് നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത്? 2016 നവംബർ 10. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചിട്ടുള്ള സാധനങ്ങളാണ്. 2016 നവംബർ 10 നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ നവകേരള മിഷൻ എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 2016 നവംബർ 10. ഓക്കെ അല്ലേ? അന്നത്തെ കേരള ഗവർണർ ആരായിരുന്നു? പി സദാശിവം. ആരായിരുന്നു? പി സദാശിവമാണ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പോൾ കേരള രൂപീകരണത്തിന്റെ 60ാം വാർഷികം 2016. ഈ 2016 നവംബർ 10 കേരള ഗവർണറായിരുന്ന പി സദാശിവമാണ് നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത്. ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തതെന്ന് പറഞ്ഞാൽ ആരായിരിക്കും? നമ്മുടെ കേരള മുഖ്യമന്ത്രി. ആരായിരിക്കും? അപ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണിത് നടപ്പിലാക്കിയത്. ഇത് ഏത് വഴിയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതെന്ന് ചോദിച്ചാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴിയാണ് നടപ്പിലാക്കുന്നത്. അതായത് കേന്ദ്രത്തിൽ നിന്ന് എന്താണ് കേന്ദ്ര സംസ്ഥാന പദ്ധതികളും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുക. അതാണ് ഇവർ ലക്ഷ്യം വെച്ചത്. കേന്ദ്ര പദ്ധതികളും കൂടി സംയോജിപ്പിച്ച് കേരളത്തിലെ നടപ്പിലാക്കുന്നത്. അപ്പൊ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി നടപ്പിലാക്കുക. അതായിരുന്നു ഈ നവകേരള മിഷൻ ലക്ഷ്യം വെച്ചത്. അപ്പൊ ഏത് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ ഏത് വകുപ്പായിരിക്കും? തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഓക്കെ അല്ലേ? അധ്യക്ഷൻ ആരായിരിക്കും? അപ്പോ മുഖ്യമന്ത്രിയാണ് അധ്യക്ഷൻ. ഓക്കെ. അപ്പൊ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞത് ഒന്നും കൂടി പറയാം. 1956 നവംബർ 1 കേരളം രൂപീകൃതമായി. അപ്പോൾ കേരളത്തിലെ നമ്മുടെ കേരള സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് കേരള രൂപീകരണത്തിന്റെ 60ാം വാർഷികത്തിൽ അല്ലെങ്കിൽ വജ്ര ജൂബിലിയോട് അനുബന്ധിച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് നവകേരള മിഷൻ. കേന്ദ്ര പദ്ധതികളെയും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത്. എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 2016 നവംബർ 10 കേരള ഗവർണർ ആരായിരുന്നു? പി സദാശിവമാണ്. അധ്യക്ഷൻ ആരായിരുന്നു? മുഖ്യമന്ത്രി. ആരാണ് അന്നത്തെ മുഖ്യമന്ത്രി? പിണറായി വിജയൻ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെയാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നു. ഓക്കെ അല്ലേ? ഇത് ഏത് വകുപ്പാണ് നേതൃത്വം കൊടുക്കണമെന്ന് ചോദിച്ചാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഓക്കെ അല്ലേ? ഇതിന്റെ ഉപദൗത്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അപ്പൊ ഈ നവകേരള മിഷനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നവകേരള മിഷൻ 1 എന്നും നവകേരള മിഷൻ 2 എന്നും. ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നതിനെ എങ്ങനെ പറയും? നവകേരള മിഷൻ 1. അതിലുണ്ടായിരുന്ന 4 പദ്ധതികളുണ്ട്. പഠിക്കുന്നവർക്ക് അറിയാന്നുള്ളതായിരിക്കും. 1 ഏതാണ്? ഹരിത കേരള മിഷൻ. 2 എന്താണ്? ലൈഫ്. ലൈഫ് എന്താണ്? ഭവന നിർമ്മാണ പദ്ധതിയാണ് ലൈഫ്. അടുത്തെന്താണ്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. എന്താണ്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. 4മത്തേത് എന്താണ്? ആർദ്രം. അപ്പോൾ നവകേരള മിഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന 4 ഉപപദ്ധതികളാണ്, ഉപദൗത്യങ്ങളാണ്. ഏതൊക്കെ? ഹരിത കേരള മിഷൻ, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആർദ്രം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് നവകേരള മിഷൻ 1 ആണെന്ന്. ഇത് 2016 നടപ്പിലാക്കിയത്. ഇനി 2021 നവകേരള മിഷൻ 2 ഇതിനെ കുറച്ചും കൂടി പരിഷ്കരിച്ചു. അതായത് പുതുതായിട്ട് ഒരെണ്ണം കൂടി ഇതിൽ കൂട്ടിച്ചേർത്തു. അപ്പൊ എത്ര എണ്ണമാവും അതിന്റെ ഉപദൗത്യങ്ങൾ? 5 എണ്ണമാവും. ആ കൂട്ടിച്ചേർത്ത് എന്താണെന്ന് ചോദിച്ചാൽ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്. എന്താണ്? റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്.
ഇപ്പൊ 2018 നമുക്ക് പ്രളയം വന്നു. അപ്പൊ നമുക്ക് എന്താണ് കേരളത്തിനെ ഒരു കെട്ടിപ്പടുക്കണം അല്ലെ ഒന്നേന്ന്. അപ്പോൾ അതും കൂടിയൊക്കെ ലക്ഷ്യം വെച്ചിട്ട് 2021 നവകേരള മിഷൻ 2 നമ്മൾ കൊണ്ടുവന്ന ഒരു 5ാമത്തെ ഉപപദ്ധതിയാണ് ഏത്? റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്. എന്താണ്? റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്. അപ്പൊ നമ്മൾ പറഞ്ഞത് നവകേരള മിഷന് രണ്ട് പ്രാവശ്യമായിട്ടാണ് പദ്ധതികൾ നടപ്പിലാക്കിയത്. അതിൽ ആദ്യത്തെ ഉപപദ്ധതികൾ എത്ര ഉണ്ടായിരുന്നു? 4 ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ്? ഹരിത കേരള മിഷൻ, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആർദ്രം. ഇനി 2ാം ഘട്ടത്തിൽ എന്താണ്? നവകേരള മിഷൻ 2 പറഞ്ഞിട്ട് 5ാമത് ഒരു ഉപപദ്ധതിയും കൂടെ കൊണ്ടുവന്നു. അതാണ് ഏത്? റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്. എടാ ഈ സമയത്ത് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പറഞ്ഞില്ലേ ആദ്യത്തെ ഉപപദ്ധതി? അതിന്റെ പേര് മാറ്റി എന്തെന്നാക്കി മാറ്റി? വിദ്യാകിരണം. അപ്പോ ഈ ഹരിത കേരള എനിക്കെല്ലാം കൂടെ നവകേരള മിഷൻ 2 5ാമതൊരു ഉപപദ്ധതി കൊണ്ടുവന്നു. അതാണ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്. അതുപോലെ നവകേരള മിഷൻ 1 പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതിന്റെ പേര് മാറ്റി എന്താക്കി മാറ്റി? വിദ്യാകിരണം എന്നാക്കി മാറ്റി. ഓക്കെ അല്ലേ? ഒന്നും കൂടി പറഞ്ഞുതരാം കൺഫ്യൂഷൻ ആയവർക്ക്. നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന്റെ 60ാം വാർഷികം വജ്ര ജൂബിലിയോടനുബന്ധിച്ച് കേരള സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് നവകേരള മിഷൻ. ഓക്കെ അല്ലേ? കേന്ദ്ര സംസ്ഥാന പദ്ധതികളെ സംയോജിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് ഇത് നടപ്പിലാക്കിയത്. ഓക്കെ. ഉദ്ഘാടനം ചെയ്തത് 2016 നവംബർ 10. അന്നത്തെ നമ്മുടെ ആരാണ് ഗവർണർ എന്ന് പറഞ്ഞത്? പി സദാശിവമാണ്. ഇതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഓക്കെ. ഏത് വകുപ്പിന് നേതൃത്വമാണെന്ന് ചോദിച്ചാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഇനി പറഞ്ഞു ഉപദൗത്യങ്ങൾ ഇതിന് 4 ഉള്ളത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു 2 പ്രാവശ്യമായിട്ടാണ് നടപ്പിലാക്കിയത്. അതിൽ 1ാമത്തെ നവകേരള മിഷനും ഉണ്ട്, 2ാമത്തെ നവകേരള മിഷനും ഉണ്ട്. ഈ 1ാമത്തെ നവകേരള മിഷനാണ് 2016 നടപ്പിലാക്കിയത്. അതിന് 4 ഉപദൗത്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നെന്തായിരുന്നു? ഹരിത കേരള മിഷൻ, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആർദ്ര. ഓക്കെ അല്ലേ? 2021 ആയപ്പോഴത്തേക്കും നവകേരള മിഷൻ 2 ഈ 2 ആയപ്പോഴത്തേക്കും 5ാമത് ഒരു ഉപദൗത്യവും കൂടി കൊണ്ടുവന്നു. അതായിരുന്നു ഏത്? റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്. ഈ 2ാമത്തെ നവകേരള മിഷന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഉപദൗത്യത്തിൽ ഉണ്ടായിരുന്ന ഏതായിരുന്നു? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ പേര് എന്താക്കി മാറ്റി? വിദ്യാകിരണം എന്നാക്കി മാറ്റി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്തിനാണ് ഈ നവകേരള മിഷൻ കൊണ്ടുവന്നത്? ഇത് ഏതൊക്കെ മേഖലയിലാണ് ഇത് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന് മാലിന്യ സംസ്കരണം. ഒന്നെന്താണ്? മാലിന്യ സംസ്കരണം. നമ്മുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്നെന്താണ്? മാലിന്യ സംസ്കരണം. അതുപോലെ കൃഷി എന്ത് ചെയ്യുക? വ്യാപിപ്പിക്കുക. മാലിന്യ സംസ്കരണം, കൃഷി വ്യാപനം, അടിസ്ഥാന സൗകര്യ വികസനം. അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും പാർപ്പിടം, തൊഴില്, ഇതൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക. വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം, ആരോഗ്യ മേഖലയുടെ ഉന്നമനം, പ്രകൃതി ദുരന്തങ്ങൾ പ്രതിരോധിക്കുക. എടാ നമ്മൾ പറഞ്ഞ 5 കാര്യങ്ങളില്ലേ? ഒന്ന് നമ്മൾ എന്ത് പറഞ്ഞു? ഹരിത കേരള മിഷൻ. ഹരിത കേരള മിഷത്തിലൂടെ നമുക്ക് മാലിന്യ സംസ്കരണവും കൃഷി അതിൽ തന്നെ എടുക്കാം. ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാന സൗകര്യമാണ് അല്ലെ? നമ്മുടെ വീട്. അപ്പൊ അത് വെച്ച് അത് കണക്ട് ചെയ്യുക. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ എന്ത് ചെയ്യുക? നമ്മൾ പറഞ്ഞ വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം. അടുത്ത് ആർദ്രം എന്താണ്? ആർദ്രം എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖലയാണ്. അപ്പൊ ആരോഗ്യ മേഖലയുടെ ഉന്നമനം. 5ാമത് കൊണ്ടുവന്ന ഉപപദ്ധതി ഏതായിരുന്നു? റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്. അതിലൂടെയാണ് എന്ത്? പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കുക. അപ്പൊ ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. കിട്ടിയല്ലോ? ആദ്യത്തേതാണ് ഏത്? 1ാമത്തെ ഉപദൗത്യമായിരുന്നു ഏത്? ഹരിത കേരള മിഷൻ. എന്താണ്? ഹരിത കേരള മിഷൻ. നമ്മൾ ഇനി ഈ ഓരോ ഉപദൗത്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. ആദ്യത്തേത് ഏതാണ്? ഹരിത കേരള മിഷൻ. ഓക്കെ. ഈ ഹരിത കേരള മിഷൻ നമ്മളെ നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്ത അതേ വർഷം തന്നെയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്, 2016. അപ്പൊ ഹരിത കേരള മിഷൻ എന്നാണ് 2016 ഡിസംബർ. നവംബറിലല്ലേ ഇത് ഉദ്ഘാടനം ചെയ്തത് നവകേരള മിഷൻ. അതിന്റെ ഉപപദ്ധതി അതേ ഹരിത കേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് തൊട്ടടുത്ത മാസം 2016 ഡിസംബറിലാണ്. നേതൃത്വം കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്, പിണറായി വിജയൻ. ഏതൊക്കെ വകുപ്പുകൾ ചേർന്നാണ് ഈ ഹരിത കേരള മിഷൻ എന്ന് ചോദിച്ചാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പും കാണും, കൃഷിയും കൂടെയാണ്. അപ്പോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എല്ലാത്തിലും കാണും. പിന്നെ ഇവിടെ ആരും കൂടെ കാണും? ഹരിത കേരളം അല്ലേ, അപ്പൊ ആര് കാണും? കൃഷിയും കൂടി കാണും. ഓക്കെ.
ഈ ഹരിത കേരള മിഷനകത്തുള്ള പദ്ധതികൾ അല്ലെങ്കിൽ അതിന്റെ ദൗത്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഉപദൗത്യങ്ങൾ. അതായത് ഈ ഹരിത കേരള മിഷൻ പദ്ധതിയുടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കണ്ടേ. അതിൽ ഒന്നാമത്തതാണ് ശുചിത്വ കേരള മിഷൻ. എന്താണ് ശുചിത്വ കേരള മിഷൻ? ശുചിത്വ കേരള മിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ എന്താണ് വീടുകളിലുള്ള, അതായത് നമ്മുടെ ഗാർഹിക തലത്തിലുള്ള മാലിന്യങ്ങളെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ശുചിത്വ കേരള മിഷൻ, ശുചിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എവിടെ നിന്ന് തുടങ്ങണം? നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങണം. അപ്പൊ എന്ത് ചെയ്യണം? ഗാർഹിക തലത്തിലുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കുക. എങ്ങനെയൊക്കെ സംസ്കരിക്കാം? ബയോഗ്യാസ്, കമ്പോസ്റ്റ് പിറ്റ്, ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് വീട്ടിലുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാം. അതിനു വേണ്ടി കൊണ്ടുവന്ന ഒന്നാമത്തെ പദ്ധതിയാണ് ഏത്? ശുചിത്വ കേരള മിഷൻ. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഹരിത കേരള മിഷൻ. ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ കേരളത്തിൽ എന്തൊക്കെ പദ്ധതികളാണ് നടപ്പിലാക്കിയതെന്നാണ് പറയുന്നത്. അതിലൊന്നായിരുന്നു ഏത്? ശുചിത്വ കേരള മിഷൻ. ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒന്നാമത്തെ പദ്ധതിയാണ് ശുചിത്വ കേരള മിഷൻ. രണ്ടാമത്തത് എന്താണ്? ജലസമൃദ്ധി. രണ്ടെന്താണ്? ജലസമൃദ്ധി. ജലസമൃദ്ധി. ഇപ്പൊ ജലസമൃദ്ധി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജലാശയങ്ങളെ സംരക്ഷിക്കണം. അപ്പൊ എങ്ങനെ? മാലിന്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. അപ്പൊ ജലസമൃദ്ധി എന്ന് പറഞ്ഞാൽ ജലാശയങ്ങളെ മാലിന്യമുക്തമാക്കുന്ന പദ്ധതിയാണ് ജലസമൃദ്ധി. ജലാശയങ്ങളെ മാലിന്യമുക്തമാക്കുന്ന പദ്ധതിയാണ് ജലസമൃദ്ധി. ഓക്കെ അല്ലേ? അപ്പൊ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മെയിൻ പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഹരിത കേരള മിഷൻ. ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ട് എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ ഒന്ന് ഏതാണ്? ശുചിത്വ കേരള മിഷൻ. രണ്ട് ജലസമൃദ്ധി. അടുത്ത മൂന്നാമത്തതാണ് സുജലം സുഫലം. സുജലം സുഫലം. അതിൽ ആ ഫലത്തിലാണ് നിങ്ങൾ നോക്കാനുള്ളത് കേട്ടോ. സുജലം സുഫലം. അതായത് സുജലം എന്ന് കേൾക്കുമ്പോൾ ജലത്തിലോട്ട് പോവരുത്. സുജലം സുലഭം. സുഫലം. സുജലം സുലഭം. സുജലം എനിക്കത് സുലഭം ഒന്നേ കിട്ടുന്നുള്ളൂ. സുഫലം. എടാ അറിഞ്ഞിടാത്തോണ്ടല്ല, പറ്റാത്തോണ്ടാണ്. സുജലം സുഫലം. എന്താണ്? സുജലം സുഫലം. അപ്പൊ എന്താണിതെന്ന് ചോദിച്ചാൽ കേരളത്തെ എന്ത് ചെയ്യുക? അടുത്ത 5 വർഷം കൊണ്ട് സ്വയം പര്യാപ്ത ഭക്ഷ്യ കാര്യത്തിൽ സ്വയം പര്യാപ്തത എത്തിക്കുക. അപ്പോൾ എന്താണ് ഈ സുജലം സുഫലം ചോദിച്ചാൽ കേരളത്തെ 5 വർഷം കൊണ്ട് ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുക. ഇത് എന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ്? 2016 നടപ്പിലാക്കിയതാണെന്നും കൂടി ആലോചിക്കണം. ഇപ്പൊ 2025 9 വർഷമായി കേട്ടോ. അപ്പൊ കേരളത്തെ 5 വർഷം, പക്ഷെ അതിന് കാരണമുണ്ട്. 2 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രളയം വന്ന് എല്ലാം കൊണ്ടുപോയി എന്ന് പറയാം. നമുക്കൊരു കാരണമായിട്ട് ഒരു ഡിഫൻസ് മെക്കാനിസം ആയിട്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോ സുജലം സുഫലം എന്ന് പറഞ്ഞാൽ കേരളത്തെ അടുത്ത 5 വർഷം കൊണ്ട് ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുക. അതായത് വിഷരഹിത പച്ചക്കറിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുക. വിഷരഹിത പച്ചക്കറിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹരിത കേരള മിഷനാണ്. എന്താണ്? ഹരിത കേരള മിഷൻ. ഈ ഹരിത കേരള മിഷൻ 2016 ഡിസംബറിലാണ് ഇവിടെ നടപ്പിലാക്കിയതെന്ന് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പും കൃഷി വകുപ്പും കൂടി ചേർന്നാണ് നടപ്പിലാക്കിയത്. എന്തൊക്കെ പദ്ധതികളിലൂടെയാണ് ഈ ഹരിത കേരള മിഷൻ നടപ്പിലാക്കിയതെന്ന് ചോദിച്ചാൽ ഒന്ന് ശുചിത്വ കേരള മിഷൻ. ശുചിത്വം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വീടിനെ ആലോചിക്കുക. അപ്പൊ ഗാർഹിക തലത്തിലുള്ള എന്താണ് മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് ബയോഗ്യാസും കമ്പോസ്റ്റ് പിറ്റൊക്കെ രൂപീകരിക്കുക. അടുത്ത രണ്ടാമത്തതാണ് ജലസമൃദ്ധി. അതായത് ജലാശയങ്ങളെ മാലിന്യമുക്തമാക്കുക. മൂന്നാമത്തതാണ് സുജലം സുഫലം. സുജലം സുഫലം. അതായത് അടുത്ത 5 വർഷത്തേക്ക് കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുക. വിഷരഹിത പച്ചക്കറികളുടെ ലഭ്യത വർദ്ധിപ്പിക്കുക. ഇത് മൂന്നാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉപദൗത്യങ്ങളായിട്ടുള്ളത്. ഏതിന്റെ? ഹരിത കേരള മിഷന്റെ. ഇനി ഈ ഹരിത കേരള മിഷന് കുറച്ച് ക്യാമ്പയിൻ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ക്യാമ്പയിൻ ഉണ്ട്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഹരിത കേരള മിഷന്റെ ക്യാമ്പയിനിൽ ഒന്നാണ് മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ഒന്നെന്താണ്? മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ഇത് 2017 നടപ്പിലാക്കിയത് കേട്ടോ. അപ്പോ ഹരിത കേരള മിഷന്റെ എന്താണ് ക്യാമ്പയിൻ ആണ് ഇനി പറയുന്നത്. ക്യാമ്പയിൻ എന്തൊക്കെ? ക്യാമ്പയിൻ പദ്ധതികളല്ല, ക്യാമ്പയിൻ. ഒന്നെന്താണ്? മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. 2017 നമ്മുടെ സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 15. സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15, 2017 ഓഗസ്റ്റ് 15. അതായത് ഇതിനൊരു ലക്ഷ്യമുണ്ട്, സീറോ വേസ്റ്റ് കേരളം. എന്താണ്? സീറോ വേസ്റ്റ് കേരളം. എടാ ഇത് ഓർക്കുമ്പോഴത്തേക്കും നമ്മളെ വീട്ടിലൊക്കെ വേസ്റ്റ് എടുക്കാൻ വരുന്ന ആൾക്കാരെ ഓർക്കണം. വേസ്റ്റ് മീൻസ് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരെ ഓർക്കണം. ആരാണത്? ഹരിതകർമ്മ സേന. അപ്പൊ അത് ഓർത്തോളണം. ഈ മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പദ്ധതി 2017 ഓഗസ്റ്റ് 15 നടപ്പിലാക്കിയപ്പോഴത്തേക്കും ഇതിന്റെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ട ആളുകളാണ് ആര്? ഈ ഹരിതകർമ്മ സേന അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി. ഓക്കെ, അപ്പോൾ 2017 ഓഗസ്റ്റ് 15 ഹരിത കേരള മിഷന്റെ ഒരു എന്താണ്
ക്യാമ്പയിനായിട്ട് മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ത് വന്നത്, ഹരിതകർമ്മസേന രൂപീകരിച്ചത്. സീറോ വേസ്റ്റ് കേരളം എന്നാണ് ഈ ഒരു പദ്ധതി കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യം വെച്ചത്. ഓക്കെ അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹരിത കേരള മിഷനാണ്. ഹരിത കേരള മിഷന്റെ ഉപദൗത്യങ്ങൾ നമ്മൾ 3 പഠിച്ചു കഴിഞ്ഞു, മാറ്റിവെച്ചു. ഇപ്പൊ പറയുന്നത് ഹരിത കേരള മിഷന്റെ ക്യാമ്പയിനാണ്. അതിൽ ഒന്നാമത്തെ ക്യാമ്പയിൻ ആയിരുന്നു മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. അതിന്റെ മോട്ടോ എന്തായിരുന്നു? സീറോ വേസ്റ്റ് കേരളം. ഇതിന്റെ ഭാഗമായിട്ട് എന്ത് രൂപീകരിച്ചു? ഹരിതകർമ്മസേന രൂപീകരിച്ചു. എന്നാണ് ഈ മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത്? 2017 ഓഗസ്റ്റ് 15. ഓക്കെ അല്ലേ? അടുത്ത രണ്ടാമത്തെ ഒരു ക്യാമ്പയിനാണ് ഗ്രീൻ പ്രോട്ടോകോൾ. എന്താണ് ഗ്രീൻ പ്രോട്ടോകോൾ? എന്താണ് ഗ്രീൻ പ്രോട്ടോകോൾ? എടാ എന്താണ് ഗ്രീൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ? ഒറ്റത്തവണ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഉണ്ടല്ലേ നമുക്കിവിടെ. അപ്പോൾ ഈ ഒറ്റത്തവണ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിനെ എന്ത് ചെയ്യുക? നിരോധിക്കുക. അതായത് ഒരു തവണ വാങ്ങിക്കൊണ്ട് വന്നാൽ പിന്നെ നമ്മളത് വലിച്ചെറിയാണ് ചെയ്യുന്നത്. അത് പ്ലാസ്റ്റിക് എന്ന സാധനം നമുക്കറിയാം, വർഷങ്ങളോളം ഭൂമി കിടക്കുന്ന സാധനമാണ്. അപ്പോൾ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് എന്ത് ചെയ്യുക? നിരോധിക്കുക. അതുപോലെ ഇത് എന്ത് ചെയ്യുക? നിയന്ത്രിക്കുക. അതുപോലെ എന്ത് ചെയ്യുക? റീസൈക്കിൾ ചെയ്യുക. 3R എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. അത് തന്നെയാണ് ഈ ഗ്രീൻ പ്രോട്ടോകോൾ. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ നിരോധനം, നിയന്ത്രണം, റീസൈക്ലിംഗ്. നിരോധനം, നിയന്ത്രണം, റീസൈക്കിൾ. ഇത് നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ത്? ഗ്രീൻ പ്രോട്ടോകോൾ. ഗ്രീൻ പ്രോട്ടോകോൾ. എന്നാണ് കേരളത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കിയത്? 2020 ജനുവരി 1. ഇന്നലെ ദിവസമാണ് കേരളത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കിയ വർഷം 2020 ജനുവരി 1. കേരളത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കിയത് എന്നാണ്? 2020 ജനുവരി 1. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലാണ് ഈ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നത് കേട്ടോ. അത് നമുക്കറിയാലോ, ഹരിതകർമ്മസേനയാണ് ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ പറയുന്നത് ഹരിത കേരള മിഷന്റെ ക്യാമ്പയിനുകളാണ്. അതിലൊന്ന് നമ്മൾ പറഞ്ഞു, എന്താണ്? മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. 2 നമ്മൾ പറഞ്ഞു, ഗ്രീൻ പ്രോട്ടോകോൾ. അടുത്ത മൂന്നാമത്തതാണ് ഇനി ഞാൻ ഒഴുകട്ടെ. ഇനി ഞാൻ ഒഴുകട്ടെ. ഇനി ഞാൻ ഒഴുകട്ടെ. എടാ ഈ പറയുന്നതെല്ലാം നമ്മുടെ ഗ്രാമപ്രദേശമായിട്ട് അങ്ങ് കണക്ട് ചെയ്താൽ നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെ എന്താണ് എക്സ്പ്ലനേഷൻ നമുക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഞാൻ ഒഴുകട്ടെ. അപ്പൊ അവിടെ എന്തുമായിട്ടായിരിക്കും റിലേറ്റ് ചെയ്തിരിക്കുന്നത്? നദികളുമായിട്ടല്ലേ? തോട് നമ്മളെ ഈ പ്രദേശത്തുള്ള നദികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് ആരാണ് വൃത്തിയാക്കുന്നത്? നമ്മുടെ തൊഴിലുറപ്പുകാരല്ലേ? അതല്ലേ? അപ്പൊ അങ്ങനെ ഓർത്ത് നോക്കുക. അപ്പൊ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ജലാശയങ്ങൾ ശുദ്ധീകരിക്കുന്ന പദ്ധതിയാണ് അല്ലെങ്കിൽ ക്യാമ്പയിനാണ് എന്ത്? ഇനി ഞാൻ ഒഴുകട്ടെ. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ജലാശയങ്ങൾ വൃത്തിയാക്കുന്ന ഒരു ക്യാമ്പയിനാണ് ഇനി ഞാൻ ഒഴുകട്ടെ. അപ്പൊ ഹരിത കേരള മിഷന്റെ ക്യാമ്പയിനുകൾ നമ്മൾ 3 പഠിച്ചു. മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, ഗ്രീൻ പ്രോട്ടോകോൾ, ഇനി ഞാൻ ഒഴുകട്ടെ. അതുപോലെ അടുത്തൊന്നാണ് തെളിനീരൊഴുകും നവകേരളം. എന്താണ്? തെളിനീരൊഴുകും നവകേരളം. തെളിനീരൊഴുകും നവകേരളം. യൂണിസെഫ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ യൂണിസെഫിന്റെ സഹായത്തോടെ ജലാശയങ്ങൾ ശുദ്ധീകരിക്കുന്ന പദ്ധതിയാണ് ഏത്? തെളിനീരൊഴുകും നവകേരളം. ആരുടെ നേതൃത്വത്തിലാണ്? യൂണിസെഫ്. യൂണിസെഫിന്റെ നേതൃത്വത്തില് എന്താണ്? ജലാശയങ്ങൾ ശുദ്ധീകരിക്കുന്ന പദ്ധതിയാണ് തെളിനീരൊഴുകും നവകേരളം. തെളിനീരൊഴുകും നവകേരളം. ഇനി ഒന്നും കൂടി ഉണ്ട്. രണ്ടെണ്ണം കൂടി ഉണ്ട്. അടുത്തതാണ് പച്ചത്തുരുത്ത്. എന്താണ്? പച്ചത്തുരുത്ത്. പച്ചത്തുരുത്ത്. പച്ചത്തുരുത്ത് എന്ന് പറഞ്ഞാൽ തരിശു ഭൂമിയില് ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും നട്ടുപിടിപ്പിക്കുന്നത്. അപ്പൊ പച്ചയാക്കുക. പച്ചത്തുരുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തരിശു ഭൂമിയില് ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും നട്ടുപിടിപ്പിക്കുന്ന പരിപാടിയാണ് പച്ചത്തുരുത്ത്. അടുത്തതാണ് തെങ്ങിന് തടവും മണ്ണിന് ജലവും. തെങ്ങിന് തടവും ആവും, മണ്ണിന് ജലവും ആവും. തെങ്ങ് പരിപാലനത്തോടൊപ്പം മഴവെള്ളം സംഭരണത്തിന് കൂടി പ്രാധാന്യം നൽകുന്നതാണ് തെങ്ങിന് തടവും മണ്ണിന് ജലവും. എടുക്കണം ഒരു മിനിറ്റ്. ഓക്കെ, അടുത്ത ഒരു പ്രോഗ്രാമാണ് ഇത്. തെങ്ങിന് തടവും മണ്ണിന് ജലവും. എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ തെങ്ങിന് പരിപാലനത്തോടൊപ്പം എന്താണ് മഴവെള്ള സംരക്ഷണം കൂടി നൽകുന്നതാണ് തെങ്ങിന് തടവും മണ്ണിന് ജലവും. അടുത്തൊരു പദ്ധതിയാണ് പദ്ധതിയില്ല. ഓക്കെ, അപ്പൊ ഓക്കേടാ, പദ്ധതികളല്ല ക്യാമ്പയിൻ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഹരിത കേരള മിഷൻ. ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ട് നടപ്പിലാക്കിയ ഒരു 3 പദ്ധതികൾ നമ്മൾ പറഞ്ഞു. പദ്ധതികൾ ഏതൊക്കെയായിരുന്നു? ശുചിത്വ കേരള മിഷൻ, ജലസമൃദ്ധി, സുജലം സുലഭം. സുജലം സുഫലം.
അപ്പോൾ ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയ പദ്ധതികളാണ് ശുചിത്വ കേരള മിഷൻ, ജലസമൃദ്ധി, സുജലം സുഫലം. ഇനി ഹരിത കേരള മിഷന്റെ ക്യാമ്പയിനുകളാണ് മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, ഗ്രീൻ പ്രോട്ടോകോൾ, ഇനി ഞാൻ ഒഴുകട്ടെ, തെളിനീരൊഴുകും നവകേരളം, പച്ചത്തുരുത്ത്, തെങ്ങിന് തടവും മണ്ണിന് ജലവും. തെങ്ങിന് തടവും മണ്ണിന് ജലവും. കിട്ടിയോ? തെങ്ങിന് തടവും മണ്ണിന് ജലവും 2024 ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ വർഷം 2024 ഉദ്ഘാടനം ചെയ്തത്. അതായത് കഴിഞ്ഞ വർഷം കേട്ടോ, അത് ഓർത്തോളണേ. തെങ്ങിന് തടവും മണ്ണിന് ജലവും ഉദ്ഘാടനം ചെയ്തത് എന്നാണ് ചോദിച്ചാൽ 2024. ഇനി ഈ ഹരിത കേരള മിഷൻ പ്രാധാന്യം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, മാലിന്യ സംസ്കരണം. ഇതിനകത്ത് നമുക്ക് കിട്ടും കേട്ടോ അതിന്റെ ഉത്തരങ്ങൾ. മാലിന്യ സംസ്കരണം, ജൈവ കൃഷി പ്രോത്സാഹനം, മണ്ണ്, വായു, ജലം എന്നിവയുടെ സംരക്ഷണം, സംസ്ഥാന വ്യാപകമായ ഫലങ്ങളും ഔഷധ സസ്യങ്ങളും വച്ച് പിടിപ്പിക്കുക, അതുപോലെ മഴവെള്ള സംരക്ഷണം, മാലിന്യ സംസ്കരണ നിയമങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കണം. ഇത്രയും പദ്ധതികളും ഈ ക്യാമ്പയിൻസും ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ? എടാ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നവകേരള മിഷൻ. നവകേരള മിഷന്റെ 4 ഉപദൗത്യങ്ങൾ, ആദ്യഘട്ടത്തിലെ 4 ഉപദൗത്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏത്? ഹരിത കേരള മിഷൻ. അടുത്ത രണ്ടാമത്തത് ഏതാണ്? ലൈഫ്. ലൈഫ് നമ്മൾ ആദ്യമേ പറഞ്ഞു എന്തിനുള്ള പദ്ധതിയാണ്? പാർപ്പിടം, ഭവന നിർമ്മാണ പദ്ധതിയാണ് അല്ലേ? അപ്പൊ ഈ ലൈഫിന്റെ ഫുൾ ഫോം പറഞ്ഞേ. ലൈവ്ലിഹുഡ്, ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ് ചോദിച്ചിട്ടുണ്ട്. ലൈഫിന്റെ ഫുൾ ഫോം എന്താണ്? ലൈവ്ലിഹുഡ്, ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ്. എന്താണ്? ലൈവ്ലിഹുഡ്, ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ്. ലൈവ്ലിഹുഡ്, ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ്. എന്ത്? ലൈഫിന്റെ ഫുൾ ഫോം. എടാ, ഈ ലൈഫ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ എന്നാണോ നമ്മുടെ നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് അന്ന് തന്നെ. എന്നാണ്? 2016 നവംബർ 10. അപ്പോൾ 2016 നവംബർ 10 നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തതിന്റെ അന്ന് തന്നെ എന്ത് ഉദ്ഘാടനം ചെയ്തു? ലൈഫ് ഉദ്ഘാടനം ചെയ്തു. 2016 നവംബർ 10. ആരായിരിക്കും ഇതിന്റെ? പിണറായി വിജയനാണ് അധ്യക്ഷൻ. നടപ്പിലാക്കുന്ന വകുപ്പ് ചോദിച്ചാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇപ്പോഴും ഈ ഒരു നമ്മളിപ്പോ ഇത് പറയും, എന്നിട്ട് നമ്മൾ ചിന്തിക്കും ഇവിടെയൊക്കെ ഇങ്ങനെയാണോ നടപ്പിലാക്കുന്നത്? അത് നമുക്കറിയാൻ വയ്യ. ഇനി എന്താണ് ഇതിന്റെ ഗുണഭോക്താക്കൾ, ആരൊക്കെയാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ, ഇത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്, അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് പറയാം. ഇനി നമ്മൾ പറയുന്ന ഓർഡറിൽ തന്നെ പഠിക്കുക കേട്ടോ. ഇതിന്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ആദ്യത്തെ മുൻഗണനാ ക്രമത്തിൽ ഒന്നാമതുള്ള ഗുണഭോക്താവ് ആരെന്ന് ചോദിച്ചാൽ സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്ത ഭവനരഹിതർ. സ്വന്തമായിട്ട് ഭൂമിയുള്ള ഭവനരഹിതർ. ഭൂമിയുണ്ട്, വീടില്ല. എനിക്കൊരു 5 സെന്റ് സ്ഥലമുണ്ട്, പക്ഷെ എനിക്ക് വീടില്ല. അപ്പൊ ഒന്നാമത്തെ മുൻഗണന കൊടുക്കുന്ന ആൾ ആരാണ്? സ്വന്തമായി ഭൂമിയുള്ള ഭവനരഹിതർ. സ്വന്തമായിട്ട് സ്ഥലമുണ്ട്, വീടില്ല. ഇവരാണ് ഇതിന്റെ ഏറ്റവും ഒന്നാമത്തെ ഗുണഭോക്താക്കൾ. ഓക്കെ അല്ലേ? മുൻഗണനാ ക്രമത്തിൽ ഒന്നാമത് ആരാണ്? സ്വന്തമായി ഭൂമിയുള്ള ഭവനരഹിതർ. സ്വന്തമായി വസ്തുവുണ്ട്, വീടില്ലാത്തവർ. ഇനി രണ്ടാമത്തത് ആരാണെന്ന് ചോദിച്ചാൽ ഭവന നിർമ്മാണം തുടങ്ങിയിട്ട് അത് ഭാഗികമായി മാത്രമേ പൂർത്തിയാക്കിയുള്ളൂ. പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. നമ്മുടെ ചില വീടുകൾ കണ്ടാൽ നമുക്കറിയാം എന്താണ്, ജനലൊന്നും കംപ്ലീറ്റ് ആയിരിക്കില്ല, പൂശിയിട്ടില്ലായിരിക്കും, ഒരു പണിയും തീർക്കാത്ത പകുതിയിൽ വെച്ചൊരു വീട് നമ്മൾ പകുതി എങ്ങനെയാണോ നിർത്തിയിരിക്കുന്നത് അങ്ങനെ നിൽക്കും. അപ്പോൾ ഭവന നിർമ്മാണം ഭാഗികമായി മാത്രം പൂർത്തിയാക്കി ഭവനരഹിതരായി ഇപ്പോഴും തുടരുന്നവർ. ഇതിനു മുന്നേ ഏതെങ്കിലും പദ്ധതി പ്രകാരമായിരിക്കും ഇവർക്ക് ഈ വീട് കിട്ടിയിട്ടുണ്ടായിരിക്കുക. അത് പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ളവർക്കാണ് രണ്ടാമത്തെ മുൻഗണന. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യ മുൻഗണന ആർക്കാണ്? സ്വന്തമായി ഭൂമിയുണ്ട്, വീടില്ലാത്തവരാണ് ഒന്നാമത്തെ ആൾക്കാർ. രണ്ടാമത് എന്താണ്? ഭവന നിർമ്മാണം ഭാഗികമായി മാത്രം പൂർത്തിയാക്കിയവർ. ഏതെങ്കിലും പദ്ധതി പ്രകാരം മുന്നേ ഭവനത്തിനുള്ള ഭവനം കിട്ടിയിട്ട് അതെന്താണ് പദ്ധതി പ്രകാരം കിട്ടിയിട്ട് അത് പകുതി വെച്ച് നിർത്തിയവർ മീൻസ് അത്രേ അവർക്ക് അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അവരാണ് രണ്ടാമത്തെ മുൻഗണന. ഇനി മൂന്നാമത് ആരാണെന്ന് ചോദിച്ചാൽ വാസയോഗ്യമല്ലാത്ത വീടുള്ളവർ. വീടുണ്ട്, പക്ഷെ അത് എങ്ങനെയല്ല, നമുക്ക് താമസിക്കാൻ പറ്റിയ വീടല്ല. ഓക്കെ അല്ലേ? അപ്പൊ മൂന്നാമത്തത് ആരാണ്? വാസയോഗ്യമല്ലാത്ത വീട് ഉള്ളവര്. വാസയോഗ്യമല്ലാത്ത വീടുള്ളവര്. ഈ 1, 2, 3 1, 2, 3 ആരൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞാൽ ഭൂമിയുണ്ട്, വീടില്ല. രണ്ടാമത്തേതാണെങ്കിൽ ഭാഗികമായിട്ട് പൂർത്തിയാക്കി, പണ്ട് ഏതോ ഒരു പദ്ധതി പ്രകാരം കിട്ടി പക്ഷെ പൂർത്തിയാക്കാൻ പറ്റിയില്ല. അടുത്ത മൂന്നാമത്തത് ഏതാണ്? വാസയോഗ്യം. വീടുണ്ട്, പക്ഷെ അവിടെ എന്ത് ചെയ്യാൻ പറ്റൂല? താമസിക്കാൻ പറ്റൂല, വാസയോഗ്യമല്ല. കാരണം എന്താണ്? എപ്പോഴെങ്കിലും വീടിന് ഇടിഞ്ഞു വന്ന് മണ്ടേ കൂടി വീഴാം.
ഇനി ഈ 1, 2, 3 വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭവന നിർമ്മാണം, ഒന്നെന്താണ് ഭവന നിർമ്മാണം, പിന്നെ ഒന്നെന്താണ് പൂർത്തീകരണം. നമ്മൾ പറഞ്ഞില്ലേ ഭാഗികമായിട്ട് നിർത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഒന്നുകിൽ ഭവന നിർമ്മാണം, അല്ലെങ്കിൽ പൂർത്തീകരണം, അല്ലെങ്കിൽ എന്താണ് പുനരുദ്ധാരണം. അത് ഇടിഞ്ഞ് വീടായിരിക്കണ വീടിനൊക്കെ എന്ത് കൊടുക്കാം? പുനരുദ്ധാരണം, മെയിൻ്റനൻസ് കൊടുക്കാം. അപ്പോൾ ഈ 1, 2, 3 വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭവന നിർമ്മാണം പൂർത്തീകരിക്കാനോ നിർമ്മിക്കാനോ പുനർനിർമ്മാണമല്ല പുനരുദ്ധാരണത്തിനോ ധനസഹായം ലഭിക്കും. ഓക്കെ അല്ലേ? ആദ്യത്തെ 3 പേരെ നമ്മളിപ്പോൾ പഠിച്ചോളൂ. ഇനി നമ്മൾ ബാക്കിയുണ്ട്. അപ്പൊ ഈ 3 മുൻഗണനാ ക്രമത്തിൽ 3 ആൾക്കാരെ മനസ്സിലായല്ലോ. ഈ 3 ആൾക്കാർക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഒന്നുകിൽ പുതിയ വീട് വെക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? പുതുക്കി പണിയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? പൂർത്തീകരിക്കാം. പുതുക്കി പണിയാണ് മെയിൻ്റനൻസ്, അല്ലെങ്കിൽ പൂർത്തീകരിക്കാം. ഭാഗികമായിട്ട് നിർത്തിയിരിക്കുന്ന സാധനം പൂർത്തീകരിക്കാം. ഇതിന് ധനസഹായം കൊടുക്കും. ഓക്കെ അല്ലേ? ഇനി 4ാമത്തെ കാറ്റഗറി, അതായത് 4ാമത് മുൻഗണനാ ക്രമത്തിലുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ, പുറമ്പോക്കിലുള്ളവരറിയാലോ, സ്വന്തമായിട്ട് ഭൂമി ഇല്ല, പക്ഷെ അത് ആരുടെയും ഭൂമിയല്ല, സർക്കാരിന്റെ ഭൂമിയിൽ പുറമ്പോക്കായിട്ടുള്ള സ്ഥലത്തോ തീരപ്രദേശങ്ങളിലോ, അപ്പോൾ പുറമ്പോക്കിലോ തീരപ്രദേശങ്ങളിലോ തോട്ടം മേഖലകളിലോ, പുറമ്പോക്കിലോ തീരപ്രദേശങ്ങളിലോ തോട്ടം മേഖലകളിലോ താൽക്കാലികമായിട്ട് ഭവനം കെട്ടി താമസിക്കുന്ന ആൾക്കാർ. അതായത് നമുക്കറിയാം, നമ്മുടെ മറ്റേ ഈ തോട്ടപ്രദേശങ്ങളിലൊക്കെ അവിടെ ജോലി ചെയ്യുന്നവർ അവിടെ മറ്റേ ചെറിയ ടെൻ്റൊക്കെ അടിച്ച് അങ്ങനെ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ പുറമ്പോക്കിലൊക്കെ നമ്മൾ റോഡ് സൈഡിലൊക്കെ ചെറിയ വീടുകൾ വെച്ച ആൾക്കാർ താമസിച്ചിട്ടില്ലേ, ചെറിയ ചെറിയ വീടുകൾ വെച്ച്. അപ്പോൾ പുറമ്പോക്കിലോ അതുപോലെ എന്താണ് തീരപ്രദേശങ്ങളിലോ തോട്ടം വിളകളിലോ, അപ്പോൾ തോട്ടം മേഖലകളിലോ, അപ്പോൾ പുറമ്പോക്കിലോ തീരപ്രദേശങ്ങളിലോ തോട്ടം മേഖലകളിലോ താൽക്കാലിക ഭവനങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ് 4ാമത്തെ മുൻഗണനാക്രമം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ 4 മുൻഗണനാക്രമം പഠിച്ചു. ഒന്ന് ഏതായിരുന്നു? ഭൂമിയുണ്ട് പക്ഷേ ഭവനമില്ല. ഭൂമിയുണ്ട്, വീടില്ല. 2 ഭാഗികമായി പകുതി കെട്ടി പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്, ബാക്കി കെട്ടിയിട്ടില്ല. പണ്ട് ഏതോ പദ്ധതി പ്രകാരം കിട്ടി, പക്ഷെ പൂർത്തിയാക്കാൻ പറ്റിയില്ല. 3ാമത്തത് വാസയോഗ്യമല്ലാത്ത വീടുണ്ട് പക്ഷെ കയറി താമസിക്കാൻ പറ്റൂല. ഇവർക്ക് 3 പേർക്ക് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാം? 1ാമത്തെ ആളിന് എന്ത് ചെയ്യാം? വീട് കൊടുക്കാം. ഫസ്റ്റ് വീട് കൊടുക്കാം, പുതിയൊരു വീട് കെട്ടിക്കൊടുക്കാനുള്ള ധനസഹായം കൊടുക്കാം. 2 നമ്മളെ പകുതി കെട്ടി വെച്ചിരിക്കുന്നത് എന്ത് ചെയ്യാം? പൂർത്തീകരിക്കാം. 3 എന്താണ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ താമസിക്കാൻ പറ്റില്ല, അപ്പൊ താമസ യോഗ്യമാക്കി കൊടുക്കാം, പുനരുദ്ധാരണം ചെയ്യാം. 4ാമത് നമ്മളിപ്പോ പഠിച്ച ആരെയാണ്? പുറമ്പോക്ക് തീരപ്രദേശം തോട്ടം മേഖലകളിലൊക്കെ താൽക്കാലികമായിട്ട് വീട് വെച്ച് താമസിക്കുന്നവര്. ഇനി 5ാമത്തതാണ് ഭൂരഹിതരായ ഭവന, ഭൂമിയും ഇല്ല വീടും ഇല്ല, ഭൂരഹിതരായ ഭവനരഹിതർ. അവർക്ക് 2 കൂടിയേ കൊടുക്കാൻ പറ്റുള്ളൂ, അതാണ് പ്രശ്നം. മറ്റവർക്കാണെങ്കിൽ വീട് മാത്രം കൊടുത്താൽ മതി. അപ്പൊ ഭൂരഹിതരായ ഭവനരഹിതർ, ഇവർക്ക് ഭൂമിയും ഇല്ല വീടും ഇല്ല. ആർക്ക്? 5ാമത്തെ മുൻഗണനാ വിഭാഗം. 5ാമത് മുൻഗണന ഉള്ള ആൾക്കാർക്ക് ഭൂരഹിതരായ ഭവനരഹിതർ. ഈ നമ്മൾ ആദ്യത്തെ 3 പേരെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ഇനി ഈ 4, 5 നോക്കാം. 4, 5. 4 എന്തായിരുന്നു? പുറമ്പോക്ക് തീരപ്രദേശം തോട്ടം മേഖല. 5 സ്ഥലവും ഇല്ല വീടും ഇല്ലാത്തവര്. ഈ 4, 5 വിഭാഗത്തിൽപ്പെട്ടവർക്ക് പാർപ്പിട സൗകര്യത്തോടൊപ്പം എന്താണ്? ഉപജീവന സുരക്ഷിതത്വവും കൂടി കൊടുക്കണം. 4, 5 വിഭാഗത്തിലുള്ളവർക്ക് പാർപ്പിട സൗകര്യത്തോടൊപ്പം ഉപജീവന മാർഗവും കൂടി കൊടുക്കണം, ഉപജീവന സുരക്ഷിതത്വവും കൂടി കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പൊ 4 മറ്റവർക്കാണെങ്കിൽ വീടിന് പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ വെക്കാനോ കൊടുത്താൽ മതി. പക്ഷെ ഈ 4, 5 ആണെങ്കിൽ ഇവർക്ക് വീടും കൊടുക്കണം. എന്താണ്? ഇവരുടെ ഒരു ഉപജീവനത്തിന് മാർഗത്തിനുള്ള വകയും കൂടി ഇവർക്ക് കണ്ടെത്തി കൊടുക്കണം. അതായത് ജോലിയായിട്ട് എന്തെങ്കിലും ഉള്ള കാര്യങ്ങളും കൂടി അവർക്ക് എന്ത് ചെയ്യണം? ഉപജീവന സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കണം. ഇനി നമ്മൾ പറഞ്ഞ 3, 4, 5. 3 ആരായിരുന്നു? അല്ല, അതായത് വീടുണ്ട് പക്ഷെ നമുക്ക് കയറി താമസിക്കാൻ പറ്റൂല. 4 തീരപ്രദേശം തോട്ടമേഖല പുറമ്പോക്കിൽ താമസിക്കുന്നവര്. 5 വീടുമില്ല ഭൂമിയില്ലാത്തവര്. ഈ 3, 4, 5 വിഭാഗത്തിൽപ്പെട്ടവർക്ക് പാർപ്പിട സൗകര്യം നൽകുന്നതിനായി ഗുണഭോക്താക്കളുടെ എണ്ണവും സ്ഥല ലഭ്യതയും പരിഗണിച്ച് കെട്ടിട സമുച്ചയം നിർമ്മിച്ച് നൽകുന്നതാണ്. ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ മറ്റേ ഫ്ലാറ്റ് പോലെയൊക്കെ നിർമ്മിച്ചിട്ട് വീടില്ലാത്തവർക്ക് കൊടുക്കൂലേ, അതാണ് ഈ 3, 4, 5 ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുന്നത്. ഈ 3, 4, 5 ഈ ആർക്കും നമ്മൾ ചോദിക്കും എന്താണ് ഇവർക്ക് ഇങ്ങനെ വീടൊക്കെ വെച്ച് കൊടുക്കുന്നത്? അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് ഭൂമിയും ഇല്ല, സ്വന്തമായിട്ട് വീടും ഇല്ല. അങ്ങനെയുള്ളവർക്കാണ് എന്താണ് വാസയോഗ്യമായിട്ടുള്ള വീട് തന്നെ എന്ത് ചെയ്യും? വച്ച് കൊടുക്കുന്നത്. അപ്പൊ 3, 4, 5 വിഭാഗത്തിൽപ്പെട്ടവർക്ക് പാർപ്പിട സൗകര്യം ഒരുക്കുന്നതിനായി ഗുണഭോക്താക്കളുടെ എണ്ണവും സ്ഥല ലഭ്യതയും പരിഗണിച്ച് എന്താണ് കെട്ടിട സമുച്ചയങ്ങൾ ഫ്ലാറ്റുകൾ എന്ത് ചെയ്യും? വച്ച് കൊടുക്കും. മനസ്സിലായോ? ഓക്കെ അല്ലേ? സാധനം മനസ്സിലായല്ലോ. അപ്പൊ ഗുണഭോക്താക്കൾ 5 പേരെ നമുക്ക് പറയാം. 1ാമത്തെ ഗുണഭോക്താവ് ഏതിന്റെ? ലൈഫ് മിഷൻ. ലൈഫിന്റെ ഫുൾ ഫോം പറ. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ്. 1ാമത്തെ ആൾക്കാര് ഗുണഭോക്താക്കളാണ്. ഭൂമിയുണ്ട് വീടില്ല. 2
ഭാഗികമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. പണ്ട് ഏതോ പദ്ധതി പ്രകാരം കിട്ടിയവരാണ്, മുന്നേ ഏതോ ഒരു പദ്ധതി പ്രകാരം വീട് കിട്ടി, പക്ഷെ അവർക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത 3 അല്ലാത്ത വീടുണ്ട്, പക്ഷെ അവർക്ക് അവിടെ താമസിക്കാനായിട്ട് പറ്റൂല. ഈ 3 ആൾക്കാർക്ക് എന്ത് കൊടുക്കുക? അല്ലെങ്കിൽ നമുക്ക് ആദ്യം മൊത്തം 5 പറയാം. ഓക്കെ. അടുത്ത നാലാമത്തെ പുറമ്പോക്ക്, തീരപ്രദേശം, തോട്ടമേഖല താമസിക്കുന്നവര്, വീട് വെച്ച് താമസിക്കുന്നവര്. അടുത്ത 5 വീടും ഇല്ല സ്ഥലവും ഇല്ലാത്തവര്. ഇനി ആദ്യം പറഞ്ഞ 3 പേര്, അതായത് സ്ഥലമുണ്ട്, വീടില്ല, ഭാഗികമായിട്ട് പൂർത്തിയാക്കി, വാസയോഗ്യമല്ല. ഇവർക്ക് 3 പേർക്ക് എന്ത് എഴുതെടുക്കാം? വീട് വെച്ച് കൊടുക്കാം, പണി പൂർത്തീകരിച്ചു കൊടുക്കാം, പുതുക്കി പണിയാം. ഓക്കെ അല്ലേ? ഇനി ഈ 4ഉം 5ഉം ആണെങ്കിലോ? 4, 5 എന്ന് പറയുമ്പോഴത്തേക്ക് വീടും വീടും കൊടുക്കണം, അതോടൊപ്പം എന്തും കൂടെ കൊടുക്കണം, ഉപജീവന മാർഗവും കൂടി അവർക്ക് എന്താണ് സുരക്ഷ, ഉപജീവന മാർഗം കൊടുക്കണമെന്നല്ല, ഉപജീവന സുരക്ഷിതത്വം കൂടി നൽകണം. ഇനി നമ്മൾ പറഞ്ഞു ഈ 3, 4, 5 കാറ്റഗറി പെട്ടവർക്ക് സ്ഥലവും ഇല്ല നമുക്കറിയാം. അതായത് പുറമ്പോക്ക് താമസിക്കുന്ന സ്വന്തം സ്ഥലം ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ 3 വ്യക്തികൾക്കാണ് എന്ത് ചെയ്തു കൊടുക്കുന്നത്? ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ കെട്ടി കൊടുക്കുന്നത് ഈ 3 വിഭാഗത്തിനാണ്. കാരണം ആദ്യത്തെ 2 വിഭാഗക്കാർക്ക് എന്തുണ്ട്? വീട് സ്വന്തമായിട്ട് ഉണ്ട്, സ്ഥലം സ്വന്തമായിട്ട് ഉണ്ട്. 3, 4, 5 ആൾക്കാർക്ക് എന്ത് ചെയ്തു? ഇതും കൂടി ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ അല്ലേ? കിട്ടിയോ? അപ്പൊ നമ്മള് നവകേരള മിഷന്റെ ഉപപദ്ധതികളായ ഏതൊക്കെ? ഹരിത കേരള മിഷനും ലൈഫും പഠിച്ചു. അടുത്ത 3ാമത്തെ ഏതാണ്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. നവകേരള മിഷൻ 2 വന്ന സമയത്ത് ഇതിന്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റി. എന്താക്കി? വിദ്യാകിരണോന്നാക്കി. അതായത് നമ്മുടെ നവകേരള മിഷൻ വന്ന സമയത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നായിരുന്നു ഇതിന്റെ പേര്. 2021 നവകേരള മിഷൻ 2 ഇതിന്റെ പേര് എന്താക്കി മാറ്റി? വിദ്യാകിരണം എന്ന് ആക്കി. ഓക്കെ അല്ലേ? ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നാണ് ഉദ്ഘാടനം ചെയ്തത് വെച്ചാൽ 2017 കേട്ടോ. 2017 നമ്മൾ പറഞ്ഞ ഈ 4 ഉപപദ്ധതികളിൽ, അതായത് നവകേരള മിഷന്റെ 4 ഉപപദ്ധതികളാണ്. ഏതൊക്കെയാണ്? 1 ഏതായിരുന്നു? ഹരിത കേരള മിഷൻ, 2 ലൈഫ്, 3 പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, 4 ആർദ്ര. ഈ 4 എണ്ണത്തില് ഈ ഒരു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഒഴികെയുള്ള ബാക്കി 3 2016 പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം മാത്രം എപ്പോഴാണ്? 2017 അപ്പൊ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം 2017. അധ്യക്ഷൻ ആരായിരിക്കും? മുഖ്യമന്ത്രിയാണ് നേതൃത്വം കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയാണ്. വകുപ്പ് ഏതായിരിക്കും? വിദ്യാഭ്യാസ വകുപ്പാണ്. ഓക്കെ. സഹ അധ്യക്ഷനായിട്ട് ആരും കാണും? തദ്ദേശ സ്വയംഭരണ സഹ അധ്യക്ഷനായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉണ്ടായിരിക്കും. വിദ്യാഭ്യാസം. അപ്പൊ എന്തൊക്കെയാണ് വിദ്യാഭ്യാസത്തിലുള്ള പദ്ധതികൾ? 1 എന്തൊക്കെയാണ്? നമ്മൾ ഓരോന്നിന്റെ പ്രവർത്തനങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? 1 എന്താണ്? പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക. നമ്മൾ കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ. പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക. പൊതുവിദ്യാഭ്യാസത്തിലേക്ക് കുട്ടികളെ എന്ത് ചെയ്യുക? ആകർഷിക്കുക. പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കുക. അപ്പൊ എന്താണ്? പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക, പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ഒന്നെന്താണ്? പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക, പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കുക, പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുക, അധ്യാപകരുടെ ടീച്ചിങ് എബിലിറ്റി വർദ്ധിപ്പിക്കുക. അപ്പൊ 4 പറഞ്ഞേ. പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക, പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കുക, പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, പൊതുവിദ്യാലയങ്ങളുടെ അധ്യാപകരുടെ ടീച്ചിങ് എബിലിറ്റി വർദ്ധിപ്പിക്കുക. അടുത്ത 5ാമത്തതാണ് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ. അപ്പൊ 8 മുതൽ +2 വരെയുള്ള ക്ലാസ് എന്താക്കുക? ഹൈടെക് ക്ലാസ് ആക്കി മാറ്റുക. 8 മുതൽ 12ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളെ എന്താക്കി മാറ്റുക? ഹൈടെക് ആക്കി മാറ്റുക. അപ്പൊ 5 പറഞ്ഞേ. പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക, പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കുക, പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അധ്യാപകരുടെ ടീച്ചിങ് എബിലിറ്റി വർദ്ധിപ്പിക്കുക, 8 മുതൽ 12ാം ക്ലാസ് വരെ ഹൈടെക് ക്ലാസ്സുകളാക്കി മാറ്റുക. അടുത്ത 6ാമത്തതാണ് സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ആരെയും കൂടി ഉൾപ്പെടുത്തണം? പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുക. സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുക. ഉറപ്പാക്കുക. ഇത്രയേ ഉള്ളൂ എന്ത്? വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഇപ്പൊ അതിന്റെ പേരെന്താണ്? വിദ്യാകിരണം. എന്നാണ് വിദ്യാകിരണം ആയത്?
2021 കേട്ടോ. 2021 പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തെ എന്താക്കി മാറ്റിയത്? വിദ്യാകിരണമാക്കി മാറ്റിയത്. എന്നാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഉദ്ഘാടനം ചെയ്തത്? 2017 വിദ്യാഭ്യാസ വകുപ്പാണ് നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഉപവകുപ്പായിട്ട് ആരുണ്ട്? തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ട്. ആ ഉപ അധ്യക്ഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരിക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഓക്കെ. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് സഹാധ്യക്ഷൻ കേട്ടോ. ഇതിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്, സഹാധ്യക്ഷൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? 6 പ്രവർത്തനങ്ങളാണ് ഇതിനുള്ളത്. പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക, പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കുക, പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അധ്യാപകരുടെ ടീച്ചിങ് എബിലിറ്റി കൂട്ടുക, പിന്നെ എന്താണ് 8 മുതൽ 12ാം ക്ലാസ് വരെ ഹൈടെക് ക്ലാസ് മുറികളാക്കി മാറ്റുക, സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുക. ഇനി അവസാനത്തെ പദ്ധതിയാണ് ഏത്? ആർദ്രം. അവസാനത്തെ അല്ല, അതിന് മുന്നേ നമുക്ക് 5 നമ്മൾ പറഞ്ഞൊരു പദ്ധതിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നവകേരള മിഷന്റെ 1 നവകേരള മിഷൻ 1ലെ 4ാമത്തെ പദ്ധതിയാണ് ഏത്? ആർദ്രം. 4 പദ്ധതികളാണ് നവകേരള മിഷൻ 1ന്റെ ഭാഗമായിട്ട് വന്നത്. നമ്മൾ പറഞ്ഞു അതിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം മാത്രമേ ഏത് വർഷമുള്ളൂ? 2017. ബാക്കി 3 എന്നാണ്? 2016. അപ്പോൾ നമ്മുടെ ആർദ്രം എന്നായിരിക്കും? 2016. ആരോഗ്യ വകുപ്പാണ് നടപ്പിലാക്കുന്നത്. അധ്യക്ഷൻ എല്ലാത്തിലും മുഖ്യമന്ത്രി തന്നെയാണ്. പിന്നെ സഹ അധ്യക്ഷൻ ഇതിനകത്ത് ആരായിരിക്കും? വിദ്യാഭ്യാസ വകുപ്പ്. ആരോഗ്യ വകുപ്പ്. ഞാൻ വിദ്യാഭ്യാസം ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരിക്കും. അവിടെയാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കും, ഇവിടെയാണെങ്കിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരിക്കും സഹം. എന്താണടാ ലക്ഷ്യം? 1 OP നവീകരിക്കുക. നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് OP എടുത്ത് നിന്നിരിക്കൂലേ? ഈ OP എന്ത് ചെയ്യുക? നവീകരിച്ച് ആശുപത്രികളെ ജനകീയമാക്കി മാറ്റുക. OP നവീകരിച്ച് ആശുപത്രികളെ ജനകീയമാക്കി മാറ്റുക. OP നവീകരിച്ച് ആശുപത്രികളെ ജനകീയമാക്കി മാറ്റുക. അടുത്തൊന്നാണ് നമുക്കറിയാം പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലെടുത്തുള്ളതാണ് ഈ പ്രൈമറി ഹെൽത്ത് സെന്റർ. ഈ പ്രൈമറി ഹെൽത്ത് സെന്ററിനെ എന്താണ്? ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കി മാറ്റുക. PHCയെ FHC ആയിട്ട് മാറ്റുക. പ്രൈമറി ഹെൽത്ത് സെന്ററിനെ ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കി മാറ്റുക. അപ്പോൾ ഒന്നെന്താണ്? OP നവീകരിച്ച് ആശുപത്രികളെ ജനകീയമാക്കുക, പ്രൈമറി ഹെൽത്ത് സെന്ററിനെ ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കി മാറ്റുക, ജില്ല, താലൂക്ക്, മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയി ഉയർത്തണം. അപ്പോൾ ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രി, മെഡിക്കൽ കോളേജ് ഇതിനെയൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താക്കി മാറ്റണം? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി മാറ്റണം. ചികിത്സാ മേഖലയിൽ എന്ത് കൊണ്ടുവരണം? ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ നടപ്പിലാക്കണം. ചികിത്സാ മേഖലയിൽ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ നടപ്പിലാക്കണം. ഇത്രയാണ് ഇതിനകത്തുള്ളത്, ആർദ്രം പദ്ധതിക്കകത്തുള്ളത്. അപ്പൊ ആർദ്രം റിലേറ്റഡ് ടു എന്താണ്? നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? ആർദ്രം പദ്ധതി. അപ്പൊ ആർദ്രം പദ്ധതി പ്രകാരം 1ാമത്തെ ലക്ഷ്യം എന്തായിരുന്നു? OP നവീകരിച്ച് എന്താണ്? ആശുപത്രികളെ ജനകീയമാക്കണം. 2 എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്ററിനെ ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കി മാറ്റണം. ജില്ല, താലൂക്ക്, അതുപോലെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി ഉയർത്തണം. ചികിത്സാ മേഖലയിൽ എന്ത് കൊണ്ടുവരണം? ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ കൊണ്ടുവരണം. നവകേരള മിഷന്റെ എന്താണ്? 1ാമത് നവകേരള മിഷൻ 1ലെ ഉപപദ്ധതികളായിട്ട് നടപ്പിലാക്കിയതാണ് ഈ 4 പദ്ധതികൾ. ഏതൊക്കെയാണ്? ഹരിത കേരള മിഷൻ, ലൈഫ് മിഷൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആർദ്രം. ഇത് നമ്മൾ പറഞ്ഞു ഇത് 2ാം ഘട്ടത്തിൽ നടപ്പിലാക്കിയപ്പോൾ ഒരെണ്ണം കൂടി കൊണ്ടുവന്ന് പറഞ്ഞു. ഏതാണ് ഒന്നും കൂടി കൂട്ടിച്ചേർത്തത്? റീബിൽഡ് കേരള. നമുക്കറിയാം 2018 എന്ത് സംഭവിച്ചു? പ്രളയം വന്നല്ലേ? അപ്പോൾ റീബിൽഡ് കേരള. ഈ റീബിൽഡ് കേരള എന്ന് പറഞ്ഞാൽ അതിന്റെ പദ്ധതികളാണ്. ഒന്നെന്താണ്? പ്രകൃതി ദുരന്തങ്ങൾ പ്രതിരോധിക്കുക. ഒന്നെന്താണ്? പ്രകൃതി ദുരന്തങ്ങൾ പ്രതിരോധിക്കുക. കേരള വികസന പ്രവർത്തനങ്ങൾ പരിസ്ഥിതിക്ക് അനുയോജ്യമാക്കി മാറ്റുക. അപ്പോൾ ഒന്നെന്താണ്? പ്രകൃതി ദുരന്തങ്ങൾ പ്രതിരോധിക്കുക, കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെ പരിസ്ഥിതിക്ക് അനുയോജ്യമാക്കി മാറ്റുക. അപ്പോൾ ഒന്നെന്താണ്? പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കുക, കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പരിസ്ഥിതിക്ക് അനുയോജ്യമാക്കി മാറ്റുക. വളരെ വലിയൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. നമുക്കൊന്ന് ബ്രീഫായിട്ട് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ പറയുന്നത് നവകേരള മിഷൻ 2016 നവംബർ 10 കൊണ്ടുവന്നത്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളം രൂപീകരിച്ചതിന്റെ 60ാം വാർഷികം വജ്രജൂബിലിയോടനുബന്ധിച്ച് കേരളത്തിലെ സാമ്പത്തിക സാമൂഹിക മേഖലയുടെ വികസനം ലക്ഷ്യമാക്കിയാണ് വന്നത്. അതായത് കേന്ദ്ര സംസ്ഥാന പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിലൂടെ നടപ്പിലാക്കും. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം. ഇതിന് ആദ്യം രണ്ട് മേഖലകളായിട്ട് ഇതിനെ തിരിച്ചു. അതായത് നവകേരള മിഷൻ 1 നവകേരള മിഷൻ 2. നവകേരള മിഷൻ 1 4 പദ്ധതികളാണ്. ഹരിത കേരള മിഷൻ, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആർദ്രം. ഇനി നവകേരള മിഷൻ 2 ഒരെണ്ണം കൂടി കൂട്ടിച്ചേർത്തു, റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്. അതുപോലെ ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പേര് മാറ്റിയിട്ട് വിദ്യാകിരണം എന്നാക്കി മാറ്റി. അതിൽ ആദ്യത്തേതാണ് ഹരിത കേരള മിഷൻ. ഹരിത കേരള മിഷനും ലൈഫും ആർദ്രവും 2016.
പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം മാത്രം 2017 ഈ ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ട് വന്ന പദ്ധതികളാണ്. ഒന്ന് ശുചിത്വ കേരള മിഷൻ, ജലസമൃദ്ധി, സുജലം സുഫലം. അപ്പോൾ നവകേരള മിഷന്റെ 3 പദ്ധതികളാണ് ശുചിത്വ കേരള മിഷൻ, ജലസമൃദ്ധി, സുജലം സുലഭം. ഇതിന്റെ ക്യാമ്പയിൻസ് ഉണ്ട്. ഹരിത കേരള മിഷന്റെ ക്യാമ്പയിൻ ആണ്. ഒന്ന് എന്താണ്? മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, ഗ്രീൻ പ്രോട്ടോകോൾ, പിന്നെ എന്താണ്? ഇനി ഞാൻ ഒഴുകട്ടെ, തെളിനീരൊഴുകും നവകേരളം, പച്ചത്തുരുത്ത്, തെങ്ങിന് തടവും, മണ്ണിന് ജലവും. അടുത്ത ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ലൈവ്ലിഹുഡ്, ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ്. ലൈവ്ലിഹുഡ്, ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ്. ഇതിനകത്ത് 5 പേരെയാണ് ഗുണഭോക്താക്കളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ തിരിച്ചിട്ടുണ്ട്. അതായത് ഒന്നാമത് ആർക്ക് കൊടുക്കണം, രണ്ടാമത് ആർക്ക് കൊടുക്കണം, അതിന് 5 പേരെ നമ്മൾ പറഞ്ഞു. ആദ്യത്തെ ഗുണഭോക്താവ് ആരാണ്? വസ്തു ഉണ്ട്, വീടില്ല. 2, പണ്ട് ഏതോ പദ്ധതി പ്രകാരം വീട് കെട്ടി പക്ഷെ പൂർത്തിയാക്കിയിട്ടില്ല. 3, വാസയോഗ്യമല്ലാത്തൊരു വീടോ ഉള്ളവര്. 4, പുറമ്പോക്ക്, തീരപ്രദേശം, തോട്ടമേഖല ജോലി താൽക്കാലികമായി വീട് വെച്ച് താമസിക്കുന്നവർ. 5, വീടുമില്ല, സ്ഥലവും ഇല്ല. ഓക്കെ അല്ലേ? ആദ്യത്തെ 3 പേർക്ക് വീട് വെച്ച് കൊടുക്കും, പുതുക്കി പണിയാനുള്ള അത് കൊടുക്കും, പൂർത്തിയാക്കി കൊടുക്കും. അടുത്ത് 4നും 5നും എന്ത് കൊടുക്കും? വീടും കൊടുക്കും. അതുപോലെ അവർക്ക് ഒരു എന്താണ്? ഉപജീവന സൗകര്യവും കൂടെ ഏർപ്പെടുത്തണം. ഇനി ഈ 3, 4, 5 ആൾക്കാർക്ക് എന്ത് കൊടുക്കും? വീട് സമുച്ചയം, അതായത് ഫ്ലാറ്റ് ഒക്കെ നിർമ്മിച്ച് കൊടുക്കും. ഓക്കെ അല്ലേ? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക, വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ടീച്ചേഴ്സിന്റെ എബിലിറ്റി വർദ്ധിപ്പിക്കുക, 8 മുതൽ 12 ക്ലാസ്സുള്ള ക്ലാസ്സുകളെ ഹൈടെക് ക്ലാസ്സുകളാക്കി മാറ്റുക, സ്കൂൾ വികസന പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തുക. ഇനി 6 എന്താണെന്ന് ചോദിച്ചാൽ റിലേറ്റഡ് ടു ഹെൽത്ത്, ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്ന് OP നവീകരിച്ച് എന്ത് ചെയ്യുക? ആശുപത്രികളെ ജനകീയമാക്കണം. പ്രൈമറി ഹെൽത്ത് സെന്ററിനെ ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കി മാറ്റണം. ജില്ലാ, താലൂക്ക് മെഡിക്കൽ കോളേജിനെയൊക്കെ എന്താണ്? അതിന്റെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കി മാറ്റുക. ചികിത്സാ രംഗത്തൊരു എന്ത് പ്രോട്ടോകോൾ കൊണ്ടുവരണം? ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ കൊണ്ടുവരണം. ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ കൊണ്ടുവരണം. റീബിൽഡ് കേരള 2 കാര്യങ്ങൾ പറഞ്ഞു. പ്രകൃതി ദുരന്തങ്ങൾ പ്രതിരോധിക്കണം, കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പരിസ്ഥിതിക്ക് അനുയോജ്യമാക്കി മാറ്റണം. കഴിഞ്ഞു. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട നവകേരള മിഷൻ എന്ന് പറഞ്ഞൊരു വലിയ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കേട്ട് പഠിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.